എനിക്കൊരു വീട് വേണം. അതല്ലാതെ ഒരാൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഓവറായി പോകരുത്. അപ്പം നമ്മുടെ ബേസിക് നീഡ്സ് മാത്രമേ ഉള്ളൂ. അതായത് ഓവറായിട്ട് ഒരു കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. അർബൻ ലീഫിനെ പറ്റി ഞാൻ അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു കസിൻ വഴിയാണ്. പിന്നെ എന്ത് കാര്യമാണെങ്കിലും ആദ്യം നമുക്ക് സംസാരിച്ച് എന്താ പറയുക ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. ഒരു തള്ളി ടോക്കെന്ന് പറയില്ലേ, അതുപോലെ. അപ്പം നമ്മൾ ഒരാളായിട്ട് തന്നെ നമുക്ക് എന്ത് കാര്യം പറഞ്ഞു തരാനും നമ്മുടെ ഒരു വെൽ വിഷറായിട്ട് നമ്മൾ ശരിക്കും ഫീൽ ചെയ്താൽ അർബൻ ലീഫിനെ പറ്റി ഞാൻ അറിഞ്ഞത് തന്നെ എൻ്റെ ഒരു കസിൻ വഴിയാണ്. കസിൻ ഇതുപോലെ ഒരു ബിൽഡിംഗ് പണിതുണ്ട്. വീടാണ്, വീട് പണിതപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നേരിട്ട് കാണുമല്ലോ. അപ്പം കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമായി. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴാണ് അർബൻ ലീഫിനെ പറ്റി നമ്മൾ അറിഞ്ഞത്. പിന്നെ ആദ്യമായിട്ട് ഞങ്ങളൊരു ഫോണിൽ സംസാരിച്ചു. ഇപ്പം ആദ്യയുടെ ഒരു ഹെൽപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫിനാൻഷ്യലി നമുക്കൊരു ബഡ്ജറ്റ് നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പം പല കാര്യങ്ങൾ ആഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നമുക്ക് ചിലപ്പോൾ ഓവറായി പോകും. നമ്മുടെ കയ്യിൽ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും നമ്മൾ ഇത്രയും നമുക്ക് എമൗണ്ട് ബഡ്ജറ്റ് വന്നല്ലോ എന്ന് വിചാരിക്കണം. അപ്പം ആദ്യയുടെ പല സജഷൻസ് നമുക്ക് കിട്ടുന്നത് അത് നല്ല രീതിയിലുള്ള സജഷൻസ്, അല്ലാതെ നമുക്ക് മോശമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആയിട്ട് അങ്ങനെയല്ല. നല്ല രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഇന്നത് ക്വാളിറ്റി ഉള്ളതാണെങ്കിൽ ഇന്നത് യൂസ് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം. പിന്നെ എന്ത് കാര്യമാണെങ്കിലും ആദ്യം നമുക്ക് സംസാരിച്ച് എന്താ പറയുക ക്ലിയർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്കുണ്ട്. നമുക്ക് ഒരു തള്ളി ടോക്കെന്ന് പറയില്ലേ, അതുപോലെ. അപ്പം നമ്മൾ ഒരാളായിട്ട് തന്നെ നമുക്ക് എന്ത് കാര്യം പറഞ്ഞു തരാനും നമ്മുടെ ഒരു വെൽ വിഷറായിട്ട് നമ്മൾ ശരി ഫീൽ ചെയ്തു. അപ്പം അതാണ് കൂടുതലും നമ്മൾ ആദ്യത്തിലൊരു ട്രസ്റ്റ് നമുക്ക് വരും. വീട് ആദ്യമായിട്ടൊരു ഒരാൾ പണിയണതാണല്ലോ. നമുക്ക് ഇതിനെ പറ്റി ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ പുതിയതായിട്ട് പണിയുമ്പോൾ നമുക്ക് നല്ലൊരു സജഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ ഞങ്ങൾ എത്തി എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഒരു കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇന്ന പോലെയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് ഉണ്ട്. നമ്മുടെ ബഡ്ജറ്റിൽ നമ്മൾ ഓവറായി പോകരുത്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് നമ്മളൊരു ഇന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അർബൻ ലീഫിലെ സ്റ്റാഫ് ആണെങ്കിലും നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തു, നല്ല രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും. അപ്പം ഏത് രീതിയിൽ നോക്കിയാലും അർബൻ ലീഫ് നല്ലൊരു സെലക്ഷനാണ് ഞങ്ങൾ.